ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന സെക്ഷൽ ഹറാസ്മെന്റ് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ രീതിയിലുള്ള മെക്കാനിസം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ് ഉണ്ട്, ഇൻ്റർനാഷണൽ കൺവെൻഷൻ്റെ ബേസ് ഇതിൽ നമുക്ക് പറയാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 14-15 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുപോലെ ആർട്ടിക്കിൾ 21. എവിടെയെങ്കിലും ഒരു ഹറാസ്മെൻറ്റ്, വിമനെതിരെ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് നടക്കുമ്പോൾ ആക്ച്വലി അവരുടെ ഈ റൈറ്റ്സ് ആണ് വയലേറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ്. ആർട്ടിക്കിൾ 14-15, അതുപോലെ റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി, ആർട്ടിക്കിൾ 21. ഓക്കെ, പിന്നെ ഇതിൻ്റെ മറ്റൊരു ബേസാണ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ. ആക്ച്വലി UN പാസ്സാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്, ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ. എല്ലാ UN എല്ലാ രാജ്യങ്ങളും പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് CEDAW, അതായത് കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ. അപ്പോൾ ആ ഒരു കൺവെൻഷൻ ഇന്ത്യ റാറ്റിഫൈ ചെയ്തിരിക്കുന്നത് ജൂൺ 25, 1993. ആ ഒരു സമയത്താണ് ഇന്ത്യ റാറ്റിഫൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസാണ്. അഗ്രീവ്ഡ് പേഴ്സൺ ആണ് ഇവിടെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആരാണ് അഗ്രീവ്ഡ് പേഴ്സൺ എന്ന് അറിയുന്നത് പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അഗ്രീവ്ഡ് പേഴ്സൺ ആരെന്ന് വെച്ചാൽ വിമൻ ഓഫ് എനി ഏജ്, വെദർ എംപ്ലോയിഡ് ഓർ നോട്ട്, who alleged to have been subjected to any act of sexual harassment. This include women employed in a dwelling place or house. അപ്പോൾ വിമൻ ഓഫ് എനി ഏജ്, അപ്പോൾ പ്രത്യേകിച്ചൊരു രീതിയിലുള്ള ഒരു ഏജ് ലിമിറ്റോ ഒന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഏത് ഏജിലായാലും അത് വിമനായിട്ട് തന്നെ കണക്കാക്കുള്ളൂ. ഈവൻ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും, ഈവൻ എത്ര മുതിർന്ന ആളാണെങ്കിൽ പോലും അതിന് വിമനായിട്ട് തന്നെ കൺസിഡർ ചെയ്യുള്ളൂ. അതിൽ എംപ്ലോയിഡ് ഓർ നോട്ട്, അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ എംപ്ലോയ് ചെയ്യുന്ന എന്ന യാതൊരു തരത്തിലുള്ള നിർബന്ധമില്ല. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾസോ ഇൻക്ലൂഡ്സ് വിമൻ എംപ്ലോയിഡ് ഇൻ എ ഡ്വെല്ലിംഗ് പ്ലേസ് ഓർ ഹൗസ്. ഒരു കമ്പനിയിലോ ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈവൻ എ ഡ്വെല്ലിംഗ് പ്ലേസ്, ഒരു ജോലിക്കാരി, ഒരു സാധാരണ വീട്ടിൽ ഒരു ജോലിക്ക് പോകുന്ന ഒരു ജോലിക്കാരിയാണെങ്കിലും അവരും ഈ അഗ്രീഡ് പേഴ്സൻ്റെ പരിധിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് എംപ്ലോയർ. ഹൂസ് എൻ എംപ്ലോയർ പൊതുവെ പറയുന്ന ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. എവിടെയാണോ ജോലി ചെയ്യുന്നത്, ഏത് സ്ഥാപനത്തിലാണോ ഈ പറയുന്ന രീതിയിലുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റ് നടന്നിട്ടുള്ളത്, അതിൻ്റെ ഹെഡായിരിക്കും എംപ്ലോയർ. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വർക്ക് പ്ലേസിൻ്റെ ഡെഫിനിഷൻ. വർക്ക് പ്ലേസിൻ്റെ ഡെഫിനിഷൻസ് പറയുമ്പോൾ ഗവൺമെൻറ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, എല്ലാം പെടും. എനി പ്ലേസ് വിസിറ്റഡ് ബൈ എംപ്ലോയി ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇറ്റ് ഓൾസോ കവേഴ്സ് ഡ്വെല്ലിംഗ് പ്ലേസസ് ഓഫ് ഹൗസസ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫാക്ടറി അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ മാത്രമല്ല, ഈവൻ വീടായാലും എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലേസ് ആണെങ്കിൽ പോലും ഇതൊരു വർക്ക് പ്ലേസ് ആയിട്ട് കണക്കാക്കും. ഓക്കെ, പിന്നുള്ള ഡെഫിനേഷൻ പാർട്ടിൽ തന്നെ വരുന്നതാണ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ സെക്ഷൽ ഹറാസ്മെൻറ്റ്. എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് നടന്നിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള ബെയർ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിലൊരു പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് അഡ്വാൻസ്. ഫിസിക്കലി ടച്ച് ചെയ്യുന്നതോ ആ രീതിയിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതോ, അല്ലെങ്കിൽ ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് ഫോർ സെക്ഷൽ ഫേവേഴ്സ്, എന്തെങ്കിലും തരത്തിലുള്ള ഫേവേഴ്സ് ആവശ്യപ്പെടുക സെക്ഷലായിട്ടുള്ള. പിന്നെ മേക്കിംഗ് സെക്ഷലി കളേർഡ് റിമാർക്സ്, ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷലി കളേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയാം, അതൊക്കെ സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. അതുപോലെ ഷോയിങ് പോണോഗ്രഫി IPC നമ്മൾ BNS നോക്കിയ ഷോയിങ് പോണോഗ്രഫി എഗെയിൻസ്റ്റ് ഹെർ വിൽ എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് കാണും. ഇവിടെ അത് ആ ഒരു സെൻറ്റൻസ് ഇല്ല, ഇവിടെ ജസ്റ്റ് ഷോയിങ് പോണോഗ്രഫി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എനി അതർ അൺവെൽക്കം ഫിസിക്കൽ, വെർബൽ, നോൺ വെർബൽ കണ്ടക്ട് ഓഫ് സെക്ഷൽ നേച്ചർ. അപ്പോൾ ഏത് തരത്തിലുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള കണ്ടക്റ്റ് ആണെങ്കിലും അതെന്താണ്, അതൊരു സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ്. ഈവൻ മേക്കിംഗ് എ സെക്ഷലി കളേർഡ് ഈവൻ എ ജോക്ക്, അതും എന്തായിട്ട് കണക്കാക്കും, ഒരു സെക്ഷൽ ഹറാസ്മെൻ്റ് ആയിട്ട് കണക്കാക്കും. ഇനി അതർ സർക്കംസ്റ്റാൻസസ് ദാറ്റ് മേ എമൗണ്ട് ടു സെക്ഷൽ ഹറാസ്മെൻറ്റ്. ഇൻ സെക്ഷൻ 3 സർക്കംസ്റ്റാൻസ് പറയുന്നത് ഏതൊക്കെ സർക്കംസ്റ്റാൻസിൽ നമുക്ക് പറയാൻ പറ്റും സെക്ഷൽ ഹറാസ്മെൻറ്റ് നടന്നിട്ടുണ്ടെന്ന്. അവിടെ ഇംപ്ലൈഡ്ലി ഒരു എക്സ്പ്ലിസിറ്റ് പ്രോമിസ് ഓർ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഇൻ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ സ്ഥാനക്കയറ്റം തരാം,
അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫേവർ ചെയ്തു തരാം എന്ന രീതിയിലുള്ള പ്രോമിസ്, ആ പ്രോമിസും ഇതിൻ്റെ പരിധിയിൽ വരും. അതുപോലെ തന്നെ ഡെട്രിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഇൻ എംപ്ലോയ്മെൻറ്റ്, മോശമായിട്ടുള്ള ട്രീറ്റ് ചെയ്യുക, അത് എക്സ്പ്ലിസിറ്റ് ആയിക്കോട്ടെ ഇംപ്ലൈഡ്ലി ആയിക്കോട്ടെ മോശമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുക. അതുപോലെ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്, അവരുടെ നിലവിലുള്ളതോ ഭാവിയിലുള്ളതോ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസിനെ ത്രെട്ടൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുക. അതുപോലെ ഇൻ്റർഫറൻസ് വിത്ത് ഹെർ വർക്ക് ഓർ ക്രിയേറ്റിംഗ് ആൻ ഇൻറ്റിമിഡേറ്റിംഗ് ഓർ ഒഫൻസീവ് ഹോസ്റ്റൈൽ വർക്ക് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്ക് എൻവയോൺമെൻറ്റ്, അവർക്ക് ഭയാനകമായ രീതിയിലുള്ള വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതും ഇതിൻ്റെ പരിധിയിൽ വരും. അതുപോലെ ഹ്യൂമിലിയേറ്റിംഗ് ട്രീറ്റ്മെൻറ്റ് ലൈക്ലി ടു എഫക്ട് ഹെർ ഹെൽത്ത് ഓർ സേഫ്റ്റി, അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അത് അവരുടെ ഈ പറഞ്ഞ സേഫ്റ്റിനെയും ആരോഗ്യത്തെയും എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക, ഇതൊക്കെ എന്തിൻ്റെ പരിധിയിൽ, ഇതൊക്കെ സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന സർക്കംസ്റ്റാൻസാണ്. പിന്നെ ഇനി നമ്മൾ മെയിനായിട്ടുള്ള ഇതിൻ്റെ കമ്മിറ്റീസിനെ പറ്റി പറയാം. അതിൽ ICC, ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിൽ അതിൽ എംപ്ലോയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിൽ കണ്ട എംപ്ലോയർ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥമായിട്ടുള്ള ആളാണ് എംപ്ലോയർ. അപ്പോൾ എംപ്ലോയറിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ രീതിയിലുള്ള ഒരു എല്ലാ സ്ഥാപനങ്ങളും, അയാൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ICC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തമാണ്, അയാളുടെ ഓഫീസിൽ. ഓക്കെ, ഇനി അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദാറ്റ് ICC, അവിടെ പ്രിസൈഡിങ് ഓഫീസർ ഉണ്ടാവും. പ്രിസൈഡിങ് ഓഫീസറായിട്ട് നിയമിക്കുന്ന ഒരു സീനിയർ ലെവൽ വിമൻ എംപ്ലോയി, ആ സ്ഥാപനത്തിലുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള വിമൻ എംപ്ലോയി ആയിരിക്കും അതിൻ്റെ പ്രിസൈഡിങ് ഓഫീസർ. പിന്നെ 2 മെമ്പേഴ്സ് ഉണ്ടാവും എമംഗ്സ്റ്റ് എംപ്ലോയീസ്. അവർ പ്രിഫറബിളി സോഷ്യൽ വർക്ക് ഓർ ലീഗൽ നോളജ്, സോഷ്യൽ വർക്കിലോ ലീഗൽ നോളജിലോ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും അവിടെ പ്രിഫർ ചെയ്യുന്നത് മെമ്പേഴ്സായിട്ട്. അപ്പോൾ 1+2 3 മെമ്പേഴ്സ്. പിന്നെ ഒരു എക്സ്റ്റേണൽ മെമ്പർ കൂടെ ഉണ്ടാവും. ആ മെമ്പർ ഫ്രം നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, അസോസിയേഷൻ കമ്മിറ്റഡ് ടു ദ കോസ് ഓഫ് വുമൺ ഓർ പേഴ്സൺ ഫെമിലിയർ വിത്ത് ദ ഇഷ്യൂസ് ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ്. അപ്പോൾ എക്സ്റ്റേണൽ മെമ്പർ, ഇത് നമ്മൾ ഇൻറ്റേർണൽ കമ്മിറ്റിയാണ് സംസാരിക്കുന്നത്. ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ ഒരു എക്സ്റ്റേണൽ മെമ്പർ കൂടി ഉണ്ടായിരിക്കും. അയാളെ തിരഞ്ഞെടുക്കുക, അയാളെ പ്രിഫർ ചെയ്യുക വെച്ചാൽ അത് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഓർ അസോസിയേഷൻ കമ്മിറ്റഡ് ടു ദ കോസ് ഓഫ് വുമൺ ഓർ ഫെമിലിയർ വിത്ത് സെക്ഷൽ ഹറാസ്മെൻറ്റ്, ഈ രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനായിരിക്കും എക്സ്റ്റേണൽ മെമ്പറായിട്ട് എടുക്കുന്നത്. ഇനി ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി, ICC തന്നെ ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. 1/2 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് വുമൺ ആയിരിക്കണം. പകുതി ആളുകൾ സ്ത്രീകളായിരിക്കണം ആ കമ്മിറ്റിയിൽ. പിന്നെയുള്ള നോട്ട് മോർ ദാൻ 3 years. ഓക്കെ, ടേം ഓഫ് ഓഫീസ് 3 years ആയിരിക്കും. ഇനി ലോക്കൽ കമ്മിറ്റി, ഇത് മറ്റൊരു കമ്മിറ്റിയാണ്. ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി പോലെ ലോക്കൽ കമ്മിറ്റി. ഇൻറ്റേർണൽ കമ്മിറ്റി ICC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം എംപ്ലോയറിനാണെങ്കിൽ, ഇവിടെ LC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഡിസ്ട്രിക്ട് ഓഫീസറിനാണ്. ഓക്കെ, അതുപോലെ ഈ വിൽ റിസീവ് കംപ്ലയിൻറ്റ് ഫ്രം ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. എപ്പോഴാണ് ഇവർ കംപ്ലയിൻറ്റ് റിസീവ് ചെയ്യുന്നത്, LC എപ്പോഴാണ് കംപ്ലയിൻറ്റ് റിസീവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം ഒന്നാണ്. ICC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ 10-ൽ താഴെ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ICC ഉണ്ടാവില്ല, ICC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ തരത്തിലുള്ള സാഹചര്യങ്ങൾ LCക്ക് കംപ്ലയിൻറ്റ്സ് എടുക്കാൻ പറ്റും. അതുപോലെ ഇഫ് ദ കംപ്ലയിൻറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ എംപ്ലോയർ ഹിംസെൽഫ്, ആ സ്ഥാപനത്തിലെ ഉടമയ്ക്കെതിരായിട്ട് തന്നെയാണ് ആ പരാതിയെങ്കിൽ ആണെങ്കിലും LCക്ക് എടുക്കാം. ഈ 2 സിറ്റുവേഷനിൽ മാത്രമാണ് LC കംപ്ലയിൻറ്റ് എടുക്കുന്നത്. ഓക്കെ, ആദ്യത്തെ സിറ്റുവേഷൻ എന്താ, ഈ പറഞ്ഞ ICC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ കംപ്ലയിൻറ്റ് എംപ്ലോയർക്കെതിരെ ആണെങ്കിൽ. ഈ 2 സിറ്റുവേഷനിലാണ് LC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി കോമ്പോസിഷൻ ഓഫ് LC, ഇവിടെ ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു എമിനൻറ്റ് വുമൻ ഇൻ ദ ഫീൽഡ് ഓഫ് സോഷ്യൽ വർക്ക് കമ്മിറ്റഡ് ടു കോസ് ഓഫ് വുമൻ. ഓക്കെ, അതുപോലെ മെമ്പർ എന്ന് പറയുമ്പോൾ 1 woman വർക്കിംഗ് ഇൻ എ ബ്ലോക്ക്, താലൂക്ക്, തഹസിൽ, വാർഡ്, മുനിസിപ്പാലിറ്റി, ഡിസ്ട്രിക്ട്, എവിടുന്നെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും സ്ഥലത്തു നിന്ന് ഉള്ള ഒരു മെമ്പറായിരിക്കും.
പിന്നെയുള്ളത് മെമ്പർ ഫ്രം എൻ ജി ഒ. ഒരു എൻ ജി ഒ എന്നുള്ളൊരു മെമ്പേഴ്സ് ഉണ്ടാവും. അത് 2 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യും. അതിൽ അറ്റ്ലീസ്റ്റ് ഒരാൾ സ്ത്രീ ആയിരിക്കണം. അതുപോലെ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, അസോസിയേഷൻ, കമ്മിറ്റി ടു ദ കോസ് ഓഫ്. അതുപോലെ അറ്റ്ലീസ്റ്റ് 1 നോമിനി ഷുഡ് ബി പ്രിഫറബിളി ഹാവ് എ ലീഗൽ ബാക്ക്ഗ്രൗണ്ട്. ഒരു നോമിനി ഉണ്ടായിരിക്കണം, അത് ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരിക്കണം. അതുപോലെ എക്സ് ഒഫീഷ്യോ മെമ്പറാണ് ദ കൺസേൺഡ് ഓഫീസർ ഡീലിംഗ് വിത്ത് സോഷ്യൽ വെൽഫെയർ, വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. ഇത്രയും ആളുകളാണ് എൽ സിയിൽ ഉണ്ടാവുക. ഇനി കംപ്ലൈൻറ്റ് ആൻഡ് എൻക്വയറി പ്രോസസ്സ്. കംപ്ലൈൻറ്റ് ചെയ്യാൻ എപ്പോഴാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്, ആ കംപ്ലൈൻറ്റ് എപ്പോഴാണ്, എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫയലിംഗ് എ കംപ്ലൈൻറ്റ്, എപ്പോഴാണ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക. അപ്പോൾ അഗ്രീഡ് വുമൻ, അപ്പോൾ ആരാണ് അഗ്രീഡ് വുമൻ എന്ന് നമ്മൾ ഡെഫിനേഷൻ പാർട്ടിൽ കണ്ടു. അഗ്രീഡ് വുമൻ ക്യാൻ ഫയൽ എ റിട്ടൺ കംപ്ലൈൻറ്റ് വിത്ത് ICC ഓർ LC, ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി ഓർ ലോക്കൽ കമ്മിറ്റി 3 മാസത്തിനുള്ളിൽ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 മാസമാണ്. ഇനി സീരീസ് ഓഫ് ഇൻസിഡൻ്റ് ആണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇൻസിഡൻറ്റ് നടന്ന ഡേറ്റ് തൊട്ട് 3 മാസം വരെ, ഇതാണ് ലിമിറ്റേഷൻ പീരീഡ്. ഇനി ഈ ലിമിറ്റേഷൻ പീരീഡ് അത്ര സ്ട്രിക്റ്റും അല്ല. ഇപ്പോൾ ദാറ്റ് വിമൻ, ദ അഗ്രീഡ് പേഴ്സൺ ക്യാൻ പ്രൂവ് ദാറ്റ് ദർ ആർ സം റീസൺസ്, എന്ത് ചെയ്യാൻ പറ്റും, സഫീഷ്യൻറ്റ് കോസ് ഉണ്ടെന്ന് പറയാം. ലേറ്റ് ആയതിൻ്റെ റീസൺ പറയാൻ പറ്റിയാൽ അവർക്ക് എക്സ്റ്റൻഷൻ കിട്ടും ഫോർ അനദർ 3 months. ഓക്കെ, ഓൺലി 3 months. അവിടെയും 3 monthsൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇൻ ടോട്ടൽ 6 months നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിമൻ ഒരു റിട്ടൺ കംപ്ലൈൻ്റ് ആണ് ഇവർക്ക് കൊടുക്കേണ്ടത്. LC ആയാലും ICC ആയാലും റിട്ടൺ കംപ്ലൈൻറ്റ് കൊടുക്കും. ഇനി റിട്ടൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ സാധിക്കാത്ത ആളുകളെ ഈ പറയുന്ന ഈ അതോറിറ്റീസ് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. റിട്ടൺ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അതുപോലെ ആർക്കൊക്കെ കൊടുക്കാം കംപ്ലൈൻറ്റ്? അഗ്രീവ്ഡ് പേഴ്സൺ മാത്രമാണോ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുന്നൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ അവിടെ അല്ല, അഗ്രീവ്ഡ് പേഴ്സൺ മാത്രമല്ല, ഹെർ ലീഗൽ ഹെയർസ് ഓർ അനദർ പേഴ്സൺ. ഓക്കെ, ഇനി കൺസിലിയേഷൻ പ്രോസസ്സ്. ഇവിടെ ഒരു കൺസിലിയേഷൻ പ്രോസസ്സ് ഉണ്ട്, പക്ഷേ അത് ഇറ്റ് ഷുഡ് കമൻസ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് അഗ്രീവ്ഡ് വുമൻ. അപ്പോൾ മാത്രമേ കൺസിലിയേഷൻ പ്രോസസ്സ് ഉണ്ടാവുള്ളൂ, അല്ലാതെ നോർമലി കൺസിലിയേഷൻ പ്രോസസ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അഗ്രീവ്ഡ് വിമൻ റിക്വസ്റ്റ് ചെയ്തിരിക്കണം. ഇനി അറ്റംപ്റ്റ് ടു സെറ്റിൽ ദ മാറ്റർ ത്രൂ കൺസിലിയേഷൻ. മോണിറ്ററി സെറ്റിൽമെൻറ്റ് കനോട്ട് ബി വേസ്. മോണിറ്ററി സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ ഉണ്ടായിരിക്കില്ല ഈ കൺസിലിയേഷൻ. ഇനി സെറ്റിൽമെൻറ്റ്, ഒരു കൺസിലിയേഷൻ സെറ്റിൽമെൻറ്റ് റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ പറയുന്ന എംപ്ലോയി, അതായത് ഈ പറയുന്ന റെസ്പോണ്ടൻറ്റിന്, ഈ പറയുന്ന ഈ ആക്ട് ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ യാതൊരു തരത്തിലുള്ള ഫർദർ എൻക്വയറിയും ഒരു നടപടിയും പാടില്ല വൺസ് സെറ്റിലായി കഴിഞ്ഞു. ഓക്കെ, ദെൻ എൻക്വയറി കൺസിലിയേഷൻ പ്രോസസ്സ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുപോലെ കൺസിലിയേഷനോ പ്രോസസ് ഫെയിലായി ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ICC LCക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻക്വയറി കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി എൻക്വയറി ഒരു 90 ദിവസത്തിനുള്ളിൽ എൻക്വയറി ഫിനിഷ് ചെയ്തിരിക്കണം. ഇനി ബോത്ത് പാർട്ടീസ് വിൽ ബി ഗിവൻ ഓപ്പർച്യൂണിറ്റി ബി ഹിയർഡ്. രണ്ട് ഭാഗത്തും എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കണം കേൾക്കാനുള്ള. ഇനി എൻക്വയറിൻ്റെ സമയത്ത് പ്രൈമ ഫേഷ്യ കേസ് അവിടെ ഉണ്ടെന്ന് അവർക്ക് തെളിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എൻക്വയറി കമ്മിറ്റിക്ക് ഇത് ഫോർവേഡ് ചെയ്യാൻ പറ്റും പോലീസിന് വിത്തിൻ 7 days. പോലീസ് 509 IPC, അപ്പോൾ ആ ഒരു സെക്ഷൻ അനുസരിച്ചിട്ട് അവർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ റെസ്പോണ്ടന്റിനെതിരെ. ഓക്കെ, അല്ലെങ്കിൽ എനി അതർ സെക്ഷൻ. ദെൻ കോർട്ട് മേ ഓർഡർ ഫൈൻ ടു ബി പെയ്ഡ് ടു അഗ്രീഡ് പേഴ്സൺ. ദെൻ കമ്മിറ്റിയുടെ പവർ. കമ്മിറ്റി എന്ന് പറയുന്നത് ഇവിടെ കമ്മിറ്റിക്ക് എന്താ സിവിൽ കോർട്ടിൻ്റെ അതേ അധികാരങ്ങളാണുള്ളത്. സമൻ ചെയ്യാൻ പറ്റും, അറ്റൻഡൻസ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും, എക്സാമിൻ ചെയ്യാൻ പറ്റും, അതുപോലെ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള സിവിൽ കോർട്ടിനുള്ള അധികാര പരിധികൾ കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ആക്ഷൻ ഡ്യൂറിങ് പെൻഡൻസി ഓഫ് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഡ്യൂറിങ് ദ പെൻഡൻസി ഓഫ് എൻക്വയറി എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, ആ സമയത്ത് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എന്ന് പറയുന്നത് അഗ്രീഡ് പേഴ്സണ് റിട്ടൺ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, റിട്ടൺ റിക്വസ്റ്റ് ഈ പറയുന്ന കമ്മിറ്റി കൊടുക്കാൻ പറ്റും. ദെൻ കമ്മിറ്റി വിൽ റെക്കമെൻഡ് എംപ്ലോയർ ഈ പറയുന്ന 3 കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന
അഗ്രീവ്ഡ് ആയിട്ടുള്ള വിമനെ ട്രാൻസ്ഫർ ചെയ്യണം, ആ ജോലി സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ റെസ്പോണ്ടന്റിനെ ആ ജോലി സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം, ബിക്കോസ് എൻക്വയറി ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ എൻക്വയറി നല്ല ഇൻഡിപെൻഡന്റ് ആൻഡ് ഇമ്പാർഷ്യൽ മാനറിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു ക്ലോസ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യിക്കണം. പിന്നെ എന്താ, ഗ്രാൻഡ് ലീവ് ടു അഗ്രീഡ് വുമൻ അപ് ടു 3 months, 3 മാസം വരെ അവർക്ക് ലീവ് അനുവദിക്കണം. അതുപോലെ എനി അതർ റിലീഫ്. ഓക്കെ, ഈ രീതിയിലാണ്. ഇനി എൻക്വയറി റിപ്പോർട്ട് ആൻഡ് ആക്ഷൻ, ദെൻ സബ്മിഷൻ ഓഫ് റിപ്പോർട്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു 90 days ആണ് മാക്സിമം പീരീഡ് ആ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള. അതുപോലെ തന്നെ ICC വൺസ് ഈ റിപ്പോർട്ട് LCA must provide report its employer district within 10 days of its completion of enquiry. വൺസ് എൻക്വയറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന എംപ്ലോയർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസറിന് കൊടുത്തിരിക്കണം. ദെൻ റെക്കമെൻഡേഷൻ ഓഫ് കമ്മിറ്റി. Allegations not proved. If the allegations are not proven, the committee will recommend that no action be taken. അപ്പോൾ കമ്മിറ്റിയുടെ എൻക്വയറിൻ്റെ അടിസ്ഥാനത്തിൽ അലിഗേഷൻ പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ആക്ഷൻ എടുക്കണ്ടെന്ന് പറയും. ഇനി അഥവാ പ്രൂവ് ആയി, ഈ എൻക്വയറിൻ്റെ ഇടയിൽ എൻക്വയറിൻ്റെ അവസാനം അവർക്ക് മനസ്സിലായി ഈ രീതിയിലുള്ള അലിഗേഷൻ പ്രൂവ്ഡ് ആണ്, ഈ അലിഗേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കമ്മിറ്റി വിൽ റെക്കമെൻഡ് taking action for sexual harassment as misconduct, then deducting sum for the respondent's salary or wages to be paid as compensation to the agreed. അപ്പോൾ കമ്മിറ്റി ഈ പറയുന്ന രീതി പ്രൂവ് ആയി എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന 2 മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് ടേക്കിംഗ് ആക്ഷൻ ഫോർ സെക്ഷൽ ഹറാസ്മെന്റ്, റെക്കമെൻഡ് ചെയ്യാം, ഈ പറയുന്ന അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ അതുപോലെ ഡിഡക്റ്റിംഗ് ദ സം ഓഫ് റെസ്പോണ്ടൻ്റെ സാലറി ഡിഡക്റ്റ് ചെയ്തിട്ട് അത് കോമ്പൻസേഷൻ ആയിട്ട് ഈ അഗ്രീഡ് ആയിട്ടുള്ള വിമന് കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള ആക്ഷനും റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ എംപ്ലോയേഴ്സ് ഒബ്ലിഗേഷൻ. എംപ്ലോയർ ഡിസ്ട്രിക്ട് ഓഫീസർ, അപ്പോൾ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് എംപ്ലോയർക്കും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസറിനാണ്. അപ്പോൾ ഈ എംപ്ലോയറും ഡിസ്ട്രിക്ട് ഓഫീസറും ദേ മസ്റ്റ് ആക്ട് ഓൺ ദ റെക്കമെൻഡേഷൻ വിത്തിൻ 60 days. അപ്പോൾ 60 ദിവസത്തിനുള്ളിൽ ഇവർ ആക്ട് ചെയ്തിരിക്കണം, ഈ പറയുന്ന റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷനിൽ അവർ ആക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ഫാൾസ് കംപ്ലൈൻറ്റ്. ആരെങ്കിലും ഫാൾസ് കംപ്ലൈൻ്റ് ആണ് ഈ പറയുന്ന ആക്ടിൻ്റെ ബേസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കോൺസിക്വൻസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ്, ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കും, അവർക്കെതിരെ സർവീസ് റൂൾസ് പ്രകാരം ആക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് കേസുകളും നിലനിൽക്കും. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മിയർ ഇന്നബിലിറ്റി ടു സബ്സ്റ്റാൻഷിയേറ്റ് എ കംപ്ലൈൻറ്റ് ഓർ പ്രൊവൈഡ് ആഡ്വക്കേറ്റ് പ്രൂഫ് ഡസ് നോട്ട് അട്രാക്ട്. അപ്പോൾ ഒരു പരാതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ തരത്തിലുള്ള തെളിവുകളില്ല എങ്കിൽ എന്ത് ചെയ്യില്ല, ഈ സെക്ഷൻ അട്രാക്ട് ചെയ്യില്ല. ഒരാൾക്ക് അയാൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന പരാതിയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള തെളിവുകൾ ഇല്ല എങ്കിൽ ഈ ഫാൾസ് കംപ്ലൈൻ്റ് ആണെന്നുള്ള അലിഗേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലോസ് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റൻഷനലി, അതായത് അറിഞ്ഞുകൊണ്ട്, ഈ പറയുന്ന ബാഡ് ഇൻറ്റൻഷനോടുകൂടി അറിഞ്ഞുകൊണ്ട് ഫാൾസ് കംപ്ലൈൻറ്റ് നടത്തിയാൽ മാത്രമേ ഈ പറയുന്ന സെക്ഷൻ അട്രാക്ട് ആകും. ഇനി കോമ്പൻസേഷൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോമ്പൻസേഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, ഈ പറയുന്ന അഗ്രീഡ് വിമന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതാണ്. പക്ഷേ കോമ്പൻസേഷൻ കൊടുക്കുമ്പോൾ ചില ക്രൈറ്റീരിയകൾ കൺസിഡർ ചെയ്തുകൊണ്ടിട്ടാണ് കോമ്പൻസേഷൻ്റെ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? അതൊന്നാമത് മെൻ്റൽ ട്രോമ, ആ അഗ്രീഡ് പേഴ്സൺ അനുഭവിച്ച മെൻ്റൽ ട്രോമ, പെയിൻ, സഫറിങ്, ഇമോഷണൽ ഡിസ്ട്രസ്, then loss in career opportunity, then medical expense incurred, physical or psychiatric treatment. Okay, then income and financial status of the respondentന്റെ ഈ രീതിയിലുള്ള ഇൻകം, അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അതുപോലെ ഫീസിബിലിറ്റി ഓഫ് പേയ്മെന്റ് ഇൻ ലംസം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ആണോ അല്ലെങ്കിൽ ഒറ്റത്തവണ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ആളാണോ, ഈ രീതിയിലുള്ള കൺസിഡറേഷൻ ഉണ്ടായിരിക്കും. ഇനി ഡ്യൂട്ടീസ് ഓഫ് എംപ്ലോയറിൻ്റെ എന്തൊക്കെ ഡ്യൂട്ടിയാണ്? എംപ്ലോയറിൻ്റെ ഡ്യൂട്ടി പ്രൊവൈഡ് സേഫ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്, അതുപോലെ ഡിസ്പ്ലേ പീനൽ കോൺസിക്വൻസ് ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ്. ഈ പറയുന്ന ആക്ടിൽ പീനൽ പ്രൊവിഷൻസ് ഒരു ഡിസ്പ്ലേ ചെയ്യേണ്ടത് എംപ്ലോയറിൻ്റെ കടമയാണ്. അതുപോലെ ഓർഗനൈസ് വർക്ക്ഷോപ്പ് ആൻഡ് അവയർനെസ് പ്രോഗ്രാം, സെൻസിറ്റൈസ് എംപ്ലോയീസ്,
then organize orientation programs, then provide necessary facilities to ICCLC, then assist in securing attendance of respondent and witness, then provide assistance to the women if she chooses to file a police complaint, treat sexual harassment as a misconduct under service rules, and initiate action, monitor timely submission of reports by ICC. Then penalty for non-compliance by the employer. ഇപ്പോൾ എംപ്ലോയറിന് ചില ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ അയാൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, അയാൾക്ക് ഫൈൻ 50,000 വരെ ഫൈൻ ഉണ്ടാവും. ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിൽ, ഈ പറയുന്ന ICC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിൽ 50,000 വരെ ഫൈൻ ഉണ്ടാവും. പിന്നെ ടേക്ക് ആക്ഷൻ ബേസ്ഡ് ഓൺ ദ കമ്മിറ്റി റെക്കമെൻഡേഷൻ, കോംപ്ലൈ വിത്ത് ദ അതർ പ്രൊവിഷൻസ് ഓഫ് ദാറ്റ്. ഇനി എംപ്ലോയർ ഒരു ഒഫൻസിൽ കൺവിക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, റിപ്പീറ്റഡ് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ, എംപ്ലോയറിനെ തന്നെ റിപ്പീറ്റഡ്ലി വീണ്ടും ശിക്ഷിച്ചാൽ, ഈ ആക്ടിൻ്റെ പരിധിയിൽ വീണ്ടും ശിക്ഷിച്ചാൽ എന്താണ്, ട്വൈസ് ദ ഇനീഷ്യൽ പണിഷ്മെൻറ്റ്. ഇനീഷ്യലി എത്ര പണിഷ്മെൻ്റ് ആണോ, എത്ര പെനാൽറ്റി ആണോ, അതിൻ്റെ ഡബിൾ ആയിരിക്കും അയാൾക്ക് കിട്ടാൻ പോകുന്നത്. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി, അതായത് ഐഡൻറ്റിറ്റി ഓഫ് ദ വിക്ടിം. ഈ പറയുന്ന അഗ്രേഡ് വുമനോ റെസ്പോണ്ടൻറ്റിൻ്റെയോ അതുപോലെ വിറ്റ്നസിൻ്റെയോ കേസിൻ്റെ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, മീഡിയക്കോ പ്രസ്സിനോ പബ്ലിക്കിനോ പുറത്തു പോകാൻ പാടില്ല. ഓക്കെ. ദെൻ എനി പേഴ്സൺ, ആരെങ്കിലും ഇത് ഈ പറയുന്ന കോൺഫിഡൻഷ്യാലിറ്റി ലംഘിച്ച് എന്തെങ്കിലും ചെയ്താൽ അയാൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ കോഗ്നിസൻസ് ഓഫ് ഒഫൻസ്. ഈ ആക്ടിലെ ഒഫൻസിൻ്റെ കംപ്ലൈൻറ്റ്, ആർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും? കംപ്ലൈൻറ്റ് ഈസ് only can be filed by aggrieved person or a person authorized by the internal committee or local committee. ഓക്കെ. അപ്പോൾ അഗ്രീഡ് വിമനും അതുപോലെ ഇന്റേണൽ കമ്മിറ്റി LC ഓതറൈസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ജൂറിസ്ഡിക്ഷൻ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റും ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റും മാത്രമേ മിനിമം അവർക്കാണ് ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. അതുപോലെ ഇതിൻ്റെ എല്ലാ ഒഫൻസും നോൺ കോഗ്നിസബിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്.